ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മൈദയും കോഴിമുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു കോഴിമുട്ട മതി. നമ്മൾ 2 ബൗളും മൈദയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കിതിന് കറിയൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ 2 ബൗള് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കപ്പിലാണെന്ന് വെച്ചാൽ 3 കപ്പോളം ഉണ്ടാവും. അപ്പോൾ അതിനൊരു മുട്ട മതി. അതിലും കൂടുതൽ എടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ മുട്ട കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. 3 കപ്പ് പൊടിക്ക്. അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ മൈദയിലേക്ക്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കട്ടകളില്ലാണ്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഈ കോഴിമുട്ടയും ഈ മൈദയും ഈ വെള്ളവും ഒക്കെ പാടൊന്ന് കട്ടാണ്ടൊന്ന് ഉടച്ചെടുക്കുക. വിസ്ക് വെച്ചിട്ടാകുമ്പോൾ എളുപ്പത്തിൽ ഉടച്ച് കിട്ടും. ആദ്യം 2 ബൗൾ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉടച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ബൗളും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 ബൗൾ വെള്ളമാണ് കേട്ടോ വേണ്ടത് 2 ബൗൾ പൊടിക്ക്. അപ്പോൾ വെറും മൈദ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ മൈദ വെച്ചിട്ടാകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഗോതമ്പ് പൊടിക്കും ടേസ്റ്റിയാണ്, പക്ഷേ ഹെൽത്തിയുമാണ് കേട്ടോ ഗോതമ്പ് പൊടി. എപ്പോഴും ഗോതമ്പ് പൊടി വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇടയ്ക്ക് മൈദ വെച്ചിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് അപ്പസോഡയാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ അപ്പസോഡയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ആവോളൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതിവിടെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചോപ്പറിൽ ഇട്ടിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ ചെറുതായി നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ പാടിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു മുറി ക്യാരറ്റ് ഉണ്ട്, അത് ഞാനിന്ന് ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല ചെറിയ ഇതെല്ലാം ഹോൾസിൽ വരുതിയെടുത്തതാണ് കേട്ടോ, കനം കുറച്ച്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ക്യാരറ്റും ഉള്ളിയൊക്കെ കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ഗരം മസാലയാണ് കേട്ടോ. ഇത് മാത്രം മതി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതായതുകൊണ്ടാണ് കേട്ടോ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതാണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ ഇളക്കിയെടുക്കുക. വേറെ പൊടികളൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ്. ഇതുപോലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മാവിൻ്റെ പരുവ് ഇതുപോലെയാണ്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 ടീസ്പൂണോളം നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതില്ലാണ്ടും ഉണ്ടാക്കിയെടുക്കാം. ഇത് കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ പാനിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് നല്ലോണം ഇളക്കി എടുത്തിട്ട് ഇതുപോലെ 2 തവി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും ആവും. അപ്പോൾ കറക്റ്റ് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. 2 ബൗൾ മൈദക്ക് 3 ബൗൾ വെള്ളം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെലിഞ്ഞ് വരട്ടെ, നല്ലോണം ഒന്ന് മെലിഞ്ഞ് വരണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിൻ്റെ മേലിൽ 1 ടീസ്പൂണോളം എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് അതല്ല ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ നെയ്യൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ്. എന്നിട്ട് ഞാനിതിൽ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ പുറം നല്ലോണം മെലിഞ്ഞ് വരണം കേട്ടോ. നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഈ പുറം നല്ലോണം ഇതായിട്ടുണ്ട്. ഇനി ആ പുറം ഒന്ന് നല്ലോണം മെലിഞ്ഞ് വരട്ടെ. നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചില ഭാഗം മാത്രം നമുക്ക് മുരിഞ്ഞു പോകും. അപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ എളുപ്പത്തിൽ വിട്ട് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ അമർത്തി കൊടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് ഇതാ നമ്മളെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ. ചൂടോടെ കഴിക്കാനും ചൂടാറിയാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്ത് വിടാൻ പറ്റും കേട്ടോ. അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇപ്പം അതാ നമ്മൾ അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 1 ടീസ്പൂണോളം എണ്ണ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാവ് 2 തവി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പാന് കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഒഴുകിക്കോളും. ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കനം കുറച്ചിട്ടും നല്ല ഇതിലും നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇത് നല്ലോണം മെലിഞ്ഞ് വരട്ടെ. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് എണ്ണ തൂവി കൊടുക്കാം. ഇപ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് കനം കുറഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലോണം നമ്മൾ ഇതാക്കി എടുത്തപ്പോൾ കേട്ടോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ. നിങ്ങൾ ഇതേപോലെ മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയും തക്കാളിയും പച്ചമുളകും 1 കഷ്ണം ക്യാരറ്റും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടുത്തത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ഞാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കണേ. അതേപോലെ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിനായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.